ചാത്തുക്കുട്ടി ചേട്ടാ നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് ചാത്തുക്കുട്ടി ചേട്ടാ പേപ്പറിൽ വിശേഷങ്ങള്? ചാത്തുക്കുട്ടി ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു? ഇത്രയും ദിവസമായിട്ട് ചാത്തുക്കുട്ടി ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെ ഉണ്ട്, എത്ര കുട്ടികളുണ്ട്? എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത്? അവര് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ. ഹംസ, വത്സ, എന്തൊക്കെയുണ്ട്? പിന്നെ നിങ്ങളുടെ ഊണ്, കാപ്പി, ചായ ഇതിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ടാണ് വേറെ വിചാരിക്കരുത്. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം. നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം. ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ദയവ് തന്നെ ഒരു മുതലാളിയായിട്ട് കാണട്ടെ. അയ്യോ, അത് പറ്റില്ല. മുതലാളി ഞങ്ങളുടെ ദൈവമല്ലേ. എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ. അയ്യോ, നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞിട്ടുണ്ട്? അത് സമയമായിട്ടും പോകാത്തെന്താ? അയ്യോ സോറി കേട്ടോ. അയ്യോ, ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു അല്ലേ? അപ്പം പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ, ഞാൻ വെച്ചോളാം എന്നാട്ടെ. ഓക്കെ, കയറിയാട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് മുതലാളിയാ. ഹംസേ, നമ്മുടെ വത്സ നല്ല മിടുക്കടല്ലേ? വല്ല മോശം പറഞ്ഞൂടാ. അങ്ങനെയല്ല, അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന്റെ അടുത്തുള്ള പെരുമാറ്റവും കണ്ടക്ടേഴ്സ് ആയാലും ഇങ്ങനെ വേണം. അല്ല, ബ്രേക്ക് ഇൻസ്ട്രക്ടർ. അത് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലാന്ന് അവര് തോന്നിയ മാതിരിയല്ലേ ഇതൊക്കെ ചാർജ് ചെയ്യാ. എന്താ പ്രശ്നം? വത്സ, ആ കടലാസം കൊണ്ടെടുത്തോ, ബ്രേക്ക് ഇൻസ്ട്രക്ടർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ട്രിപ്പ് ഓടുമ്പോ പിടിക്കുന്നത് കഷ്ടാ. ബസ് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻസ്പെക്ടറെ പോയി കണ്ടില്ലേ? ഇല്ല, ഞാൻ ഓർത്തില്ല. പിന്നെ നിങ്ങൾ എന്തോ ഓർത്തിരിക്കുന്നു? വേൻ ചെല്ലു, മൂപ്പർക്ക് ചൂടാവേണ്ടേന്. പുതിയ ആളാ, വലിയ കടുംപിടുത്തക്കാരനെന്നാ കേട്ടത്. അതിന് നമുക്കെന്താ പ്രശ്നം? നമ്മുടെ ബസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ പേടിക്കാൻ? എന്നാ മുതലാളിയും കൂടെ. ഓക്കെ, ഞാനും വരാം. ഓണർ എന്ന് പറയുമ്പം ഒരു റെസ്പെക്ട് ഉണ്ടാവും അല്ലേ? പിന്നെ ഈ ഓണർമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ല ബന്ധമായിരിക്കണം. ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ഞാൻ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഐ ആം മുരളീധരൻ. വെരി ഗ്ലാഡ് ടു മീറ്റ്. ഇവിടെ RCM CL ഒക്കെ. ഐ ആം മുരളീധരൻ. എത്രയാ ടൈം? ടൈം ഈസ് 10:30 സാർ. സോറി, എന്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ്. സാറിന്റെ എത്രയായി? സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടേണ്ട ടൈമാ ചോദിച്ചത്. 10 മണിയാണ് സാർ. എത്ര ആളുണ്ട് ബസ്സിൽ? ഒരു 40, 45, 50 പേരുണ്ടാവും സാർ. സ്റ്റാൻഡിങ് എത്ര? എല്ലാം കൂടെ ചേർത്താണ് സാർ. അതല്ല, കൂടുതലുണ്ടല്ലോ? ഇല്ല സാർ. ഉണ്ടെങ്കിൽ 65-ൽ കുറയാതെ ഉണ്ട്. ചിലപ്പോ. അപ്പൊ ആദ്യം പറഞ്ഞത് നുണ അല്ലേ? കണ്ടീഷൻ മോശമായി ഇതുപോലുള്ള ഒരു ബസ്സിൽ ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. സാർ, പുതിയ ബസ്സിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. അറിയോ? ഐ ആം ഗൾഫ് മോട്ടോഴ്സ്. അല്ല, ഓണർ ഓഫ് ദ ഗൾഫ് മോട്ടോർ. ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദ റൂൾസ്. ടൈം ഷെഡ്യൂൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ പാർട്ടി പെർമിറ്റ്? അത് നോൺസെൻസ്. കുറെ ആളെയും കയറ്റി ടിക്കറ്റും കൊടുത്ത് അങ്ങ് ഓടുകയാണല്ലേ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി, പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസും. നോ, ഞാൻ സമ്മതിക്കില്ല. സാർ, ഒക്കെ ശരിയാക്കാം സാർ. സാർ, പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു സാർ. അപ്പൊ NRE അക്കൗണ്ടിൽ എനിക്ക് രൂപ. ടയറൊന്നും റീസോൾ ചെയ്തിട്ടില്ല. ഇങ്ങനൊരു വണ്ടി ഓടിയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മെഡിസിൻസ് ഉണ്ടോ? ഉണ്ട് സാർ. നല്ല വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലെറ്റ് മീ സീ ഇറ്റ്. മുറിവിൽ മരുന്ന് പറ്റണം. രൂപയ്ക്കാ 50-100 കൊടുത്ത് ഒഴിവാക്ക്. ഇല്ലെങ്കിൽ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ചാർജ് ചെയ്യും. കണ്ടക്ടർ സാർ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കൂ. സാർ, മെഡിസിൻ കാണും സാർ. തുറക്കാനാ പറഞ്ഞത്. തുറക്കൂ. ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ, ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ, അതെ സാർ, തൽക്കാലം ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ വാങ്ങിച്ചു വെക്കാന്ന് കരുതിയാ. തൽക്കാലം സാർ ഇത് വെക്കണം. പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ. പ്ലീസ് പ്ലീസ്. എന്താണോ ഇത്? ഇത് എന്താന്നാ ചോദിച്ചത്? ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ. വാട്ട് യു മീൻ?
ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു. It is an insult to all government officials. It is an insult to my department. My dear man, I am not going to leave you. സാർ സാർ ഞാൻ Conductor, സാർ this vehicle shall not be used in a public place until the vehicle has been passed as fit for use by the authority competent. Okay? സാർ ആളുകൾ ഇറക്കി വിട്ടോളൂ. Take this vehicle to my office at a speed not exceeding 15 kilometers per hour. ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ഒരു അബദ്ധം I പറ്റിപ്പോയതാണ് don't want to talk to you. I won't allow anybody to violate the rules. Come on. മറ്റു ചാർജുകൾ എഴുതരാം. Come on. കൈക്കൂലി കൊടുത്തതാണ് അബദ്ധമായത്. ഈ ദ്രോഹിയുടെ വാക്ക് കേട്ട് പിന്നെ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ. നിന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ലെറ്റർ വാങ്ങി വരൂ, വണ്ടി ഫിറ്റ് ആണെന്ന്. എന്നിട്ട് ഞാൻ വന്ന് പരിശോധിക്കാം. സാർ ഇന്നേക്ക് 3 ദിവസമായി വണ്ടി ഓടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ട തീയതി. മിസ്റ്റർ, പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ്. ടെമ്പററി പെർമിറ്റ് ഉള്ള ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ. പോണം. എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒരു വിട്ടുവീഴ്ചയും സാർ പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ പിന്നെ പോകാനാ പറഞ്ഞത്. സാർ പോകാൻ പറഞ്ഞ സാർ ഞാൻ ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണറാണ് മുരളീധരൻ. സാർ ഞാൻ 7 കൊല്ലം ഞാൻ 7 കൊല്ലം ഗൾഫിലായിരുന്നു. അവിടുത്തെ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത്. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു പൊളിച്ചു. ആ വകുപ്പിൽ ഒരു 8,000-ഓളം രൂപ എനിക്ക് നഷ്ടമായി. ഞാൻ ആ ദേഷ്യത്തിന് ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു. അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ 7 കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല സാർ. അതേ ഡ്രൈവർ നിരപരാധിയായി എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ. ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു. സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു. അതിലെനിക്ക് വിഷമമുണ്ട് സാർ. പ്ലീസ് സാർ. എടോ, തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. RTO ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ആ ധാരണ തെറ്റാണ്. തന്റെ 50 രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. തനിക്കറിയാമോ, എന്റെ വീട്ടിൽ TV ഉണ്ട്, VCR ഉണ്ട്, പൂന്തോട്ടമുണ്ട്. ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ 3 എണ്ണം, അൽസേഷൻ പട്ടികൾ, നന്നായി കുരക്കുന്ന അൽസേഷൻ പട്ടികൾ 5 എണ്ണം. ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം 150 രൂപ വേണം ദിവസവും. തന്റെ ഈ 50 രൂപയുണ്ടല്ലോ, എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തികയില്ല. എല്ലാം ശരിയാണ് സാർ. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സാർ. ഞാൻ ഫൈൻ കെട്ടാം സാർ, ടയർ മാറ്റാം സാർ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആധുനിക മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ. സാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്ലീസ് സാർ, പ്ലീസ്. ആദ്യമായിട്ടായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടാം. പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോളൂ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് കളിച്ചവരാരും അവന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് ബസ്സിറക്കിയിട്ടില്ല. ഇല്ല സാർ. ഫൈൻ അടച്ചിട്ട് പോയിക്കോളൂ. ബട്ട് ഹിയർ ആഫ്റ്റർ എവറിത്തിങ് ഷുഡ് ബി ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. ഓക്കെ? കംപ്ലീറ്റ് പെർഫെക്റ്റ് സാർ. എന്റെ RC ബുക്ക് ഇതോ ഇരിക്കുന്ന ആ ചുമപ്പ്. താങ്ക് യു സാർ. സക്സസ് സക്സസ്. ചാത്തുക്കുട്ടി വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. ടൈമായി. ഞാൻ ഫൈൻ അടച്ചിട്ട് അങ്ങ് വന്നേക്കാം. വത്സ RC ബുക്ക്. അല്ല മുതലാളി ഇത് എങ്ങനെ ഒപ്പിച്ചു മുതലാളി? അതൊക്കെ ഒപ്പിച്ചിടോ. എനിക്കറിയാവുന്ന മുതലാളി എങ്ങനെയെങ്കിലും ഒപ്പിക്കും. ഞാൻ സാറ് പുതിയ ഓണറായതുകൊണ്ട് ഗോവിന്ദൻ നായർ അറിയില്ല. ആവൽ ബാന്ധവൻ ഗോവിന്ദൻ നായർ. ഈ സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെയായി നിരവധി സ്പെയർ പാർട്സുകളുടെ ഒരു മിനി ഗോഡൌൺ ആണ് സാർ ഈ ഗോവിന്ദൻ നായർ. സാറിന്റെ ബസ് അങ്ങേയറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ്. എന്ത് കുഴപ്പം? അടിമുടി കുഴപ്പം. സെൻട്രൽ ബോൾട്ടിന്റെ അലൈൻമെന്റ് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത്. എന്റെ ബസ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇൻസൾട്ടിങ് അല്ല സാർ, സത്യമാണ് സാർ പറയുന്നത്. അല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടെങ്കിലോ? അങ്ങനെ പറയരുത് സാർ. എല്ലാത്തിനും ഹാഫ് പ്രൈസ് മതി സാർ. സാറിന്റെ ബസ് ഏത് നിമിഷം അന്ത്യശ്വാസം വരും. ഇയാൾക്ക് എന്തോ നിന്റെ അസുഖ? അസുഖമല്ല സാർ,
സത്യമാണ് സാർ. എനിക്കൊരു കുന്തവും കേൾക്കണ്ട. സാർ ഹാഫ് പ്രൈസ്. ഇയാൾ ആളെ ഒന്ന് വിടന്നേ. സാർ പകുതി വില. ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തിൽക്കണമെന്നു. മുരളേട്ട എവിടെ ആയിരുന്നു? ഞാൻ കുറച്ച് തിരക്കില്ല, നീ പോയിട്ട് പിന്നെ വാ. മുരളേട്ട, ആ. നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു. 1-2 ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ. അതിന് എനിക്ക് ബസ്സിൽ എന്തെങ്കിലും ഒരു പണി. ബസ്സിൽ ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ. വല്ലപ്പോഴും ബസ് കഴുകുന്ന പണി. നോക്കട്ടെ, ഹംസ ലീവ് എടുക്കുമ്പോ പറയാം. ആ. ഇവിടെ പണിയിട്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ചു വീണു. ആളുകൾ ബസ് ഇറങ്ങി വെച്ചിരിക്കുക. അവിടെ ആകെ പ്രശ്നമാ. മുതലാളി വേഗം കൂടി ചെല്ല്. വേഗം ചെല്ലുന്നേ. കൂടി അടിക്കല് ആ ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോ ഓടിപ്പോയി. ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ. ഈ ബസ് കൊണ്ടുണ്ടായ എന്റെ അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. അവരപ്പോ തന്നെ ആസ്പത്രി കൊണ്ടുപോയി. എവിടുന്ന് കിട്ടിയടാ തനിക്ക് തല്ലിപ്പൊളി ബസ്? ആ തല്ലിപ്പുള്ളി ബസ്സൊക്കെയാണ്. ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ വരും. ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഈ പാവ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. ഇനി ആ പടം തല്ലി തനിക്ക് കിട്ടും. ആ ശരി, ഡ്രൈവർ ഓർഡർ മാറ്റാം. ആ മാറ്റാം. ഒന്ന് ഞാൻ അപ്പോളേ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണ് കാണൂലെന്ന്. ഞാൻ വിസൽ അടിച്ചിട്ടാണല്ലോ അയാൾ ബസ് വിട്ടത്. അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാതും വർക്ക് ചെയ്യില്ല എന്നല്ല അർത്ഥം. വാ, നിക്ക് നമ്മളെ വണ്ടിയുടെ ഇൻഷൂർ അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ നഷ്ടപരിഹാരവും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കേണ്ടി വരും? മുൻവാതിലൂടെ വീണ് ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയമുണ്ട്. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ലക്ഷോ? ചുമ്മാ ഇടൂ, പേടിപ്പിക്കുന്ന വർത്താനം പറയാതെ. അള്ളാനെ മുരളി, ഞാൻ സത്യം പറയാ. വാ വാ, നമുക്ക് രോഗിനെ കാണാം. ബസ്സിലുണ്ടായിരുന്ന പാഹന്മാരാണ് നിൽക്കണത്. പെണ്ണക്കട്ടിലുള്ളത് തന്നെ. ഈശ്വര, ഇനി ഒറ്റങ്ങൾ നമ്മളെ മേക്കിട്ട് വരുമെന്നുള്ള ആ പേടി. ചുമ്മാ ഇടൂ. സിസ്റ്ററെ, ബസ് ആക്സിഡന്റ് ആയിട്ട് വന്ന സ്ത്രീയല്ലേ അത്? അതെ. അപകടം ഉണ്ടോ? കാലിന് ഫ്രാക്ചർ ഉണ്ട്. ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അയ്യോ. നിങ്ങളുടെ ആരാ? എന്റെ ഒരു ബന്ധു. നിങ്ങൾ നടന്നോ? വന്നേ. പോലീസ് ഇപ്പൊ എത്തും. ചുമ്മാ ഇടൂ. പോലീസ് വന്നാ എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. അവര് സത്യം പറഞ്ഞാ കുടുങ്ങിയത് തന്നെ. അയ്യോ, പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? എങ്ങനെങ്കിലും ആ പെണ്ണിനെ പറഞ്ഞ് ചാക്കിലാക്കണം. ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം. വാ. വന്നേ. വെളി ആളുകളൊക്കെ പോയി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോലീസ് വരുന്നതിന് മുമ്പ് എന്തടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം. ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തിയല്ല. അതായത് അങ്ങനെയാണ്.